ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് നവംബർ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. 14th നവംബർ ചിൽഡ്രൻസ് ഡേ. 6 ദിവസം കഴിഞ്ഞാൽ, അതായത് 20 നവംബർ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ ആണ്. ഇന്ന് നവംബർ 20 യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ കറണ്ട് അഫേഴ്സുമായിട്ട് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഇന്നും വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ ന്യൂസ് ഹെഡിംഗ് ആണ്: യൂണിയൻ ഫിഷറീസ് മിനിസ്ട്രീസ് അഡ്ജറ്റ്സ് കേരള ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ്, JNK ബെസ്റ്റ് UT. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം കേരളത്തെ മികച്ച സമുദ്ര സംസ്ഥാനം, ജമ്മു കാശ്മീർ മികച്ച യൂണിയൻ ടെറിട്ടറി എന്നിങ്ങനെ തിരഞ്ഞെടുത്തു. ഇതൊരു കറണ്ട് അഫേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മന്ത്രാലയം മികച്ച മറൈൻ സ്റ്റേറ്റ് അവാർഡ് നേടിയ സംസ്ഥാനം കേരളം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്, ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ്. ഇത് നൽകിയിട്ടുള്ളത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ്, കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരോത്പാദന മന്ത്രാലയം. കേരളത്തിന് ഇത് ലഭിക്കാൻ കാരണം കേരളത്തിന്റെ സുതാര്യമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ്. വർദ്ധിച്ച കടൽ മത്സ്യ ഉൽപാദനം, മത്സ്യത്തൊഴിലാളികളുടെ ഓരോ പദ്ധതികൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ദ ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരോത്പാദന മന്ത്രാലയത്തിന്റെ മികച്ച മറൈൻ ജില്ല എന്ന അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ച ജില്ല ഏതാണ്? കൊല്ലം. ഇപ്പൊ ഇന്ത്യയിലെ ഒരേ ഒരു ജില്ല, അത് കൊല്ലം ജില്ലയാണ് ദ ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്ട് എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദന മന്ത്രാലയമാണ്. ഇപ്പൊ കേരളത്തിന് 2 അവാർഡ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റും മറ്റൊന്ന് ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്റ്റുമാണ്. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തിൽ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദന മന്ത്രാലയം എത്ര തരം അവാർഡുകൾ നൽകുന്നു? 4 കാറ്റഗറീസ്, 4 വിഭാഗങ്ങൾ. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് പ്രഖ്യാപനത്തിൽ 4 ഏരിയ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റും, മറ്റൊന്ന് ബെസ്റ്റ് ഇൻലാൻഡ് സ്റ്റേറ്റ്, ബെസ്റ്റ് ഹിമാലയൻ ഓർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ബെസ്റ്റ് യൂണിയൻ ടെറിട്ടറി. ഇതിൽ ബെസ്റ്റ് ഇൻലാൻഡ് സ്റ്റേറ്റ് ലഭിച്ചിട്ടുള്ള തെലങ്കാനയ്ക്കാണെങ്കിൽ, ബെസ്റ്റ് ഹിമാലയൻ ഓർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇത് ലഭിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിനാണ്. ബെസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ. അതുകൂടാതെ തന്നെ ബെസ്റ്റ് ഡിസ്ട്രിക്ട് അവാർഡ്സ് ഉണ്ട്. സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിൽ ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ്, ബെസ്റ്റ് ഇൻലാൻഡ് സ്റ്റേറ്റ്, ബെസ്റ്റ് ഹിമാലയൻ ഓർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ബെസ്റ്റ് യൂണിയൻ ടെറിട്ടറി എന്നിവയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് കേരളമാണ്, ബെസ്റ്റ് മറൈൻ ഡിസ്ട്രിക്ട് അത് കൊല്ലമാണ്. ലോക മത്സ്യത്തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? നവംബർ 21. ഇന്ന് നവംബർ 20, നാളെ നവംബർ 21. നാളെയാണ് വേൾഡ് ഫിഷറീസ് ഡേ, ലോക മത്സ്യത്തൊഴിലാളി ദിനം, നവംബർ 21. അപ്പൊ നവംബർ 20 യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ, നവംബർ 21 വേൾഡ് ഫിഷറീസ് ഡേ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സഞ്ജയ് മൂർത്തി ടു ബി നെക്സ്റ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു പോസ്റ്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പുതിയ അപ്പോയിന്റ്മെന്റ് സഞ്ജയ് മൂർത്തിയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരായിരിക്കും? സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഓരോ പോസ്റ്റുകളും അതിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയെ നിയമിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 14ാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയുടെ 14th കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. അദ്ദേഹം വിരമിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് സഞ്ജയ് മൂർത്തി എത്തിയിട്ടുള്ളത്. 14ാമത്തേത് ഗിരീഷ് ചന്ദ്ര മുർമു ആണെങ്കിൽ 15ാമത്തെ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സഞ്ജയ് മൂർത്തി. സംസ്ഥാന ദേശീയ ഗവൺമെന്റുകളുടെ ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഉയർന്ന അധികാരമുള്ള ഇന്ത്യയിലെ സംഘടനയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓഡിറ്റിംഗ് ആയി ബന്ധപ്പെട്ട് ഏതൊരു സ്ഥാപനത്തിലും കയറി ഓഡിറ്റ് നടത്താനുള്ള അധികാരമുള്ള ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷൻ ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്:
56th ടൈഗർ റിസർവ് ഓഫ് ദി കൺട്രി നോട്ടിഫൈഡ് ഇൻ ഛത്തീസ്ഗഡ് മിനിസ്റ്റർ. രാജ്യത്ത് 56ാമത്തെ കടുവ സങ്കേതം ഛത്തീസ്ഗഡിൽ. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ 56ാമത്തെ കടുവ സങ്കേതം ഏതാണ്? ഗുരു ഘാസിദാസ് തമോൽ പിംഗ്ല. ഇന്ത്യയിലെ 56ാമത്തെ കടുവ സങ്കേതമാണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ലയിൽ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ 56 കടുവ സങ്കേതങ്ങളുണ്ട്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഒന്നാണ് കടുവ സങ്കേതങ്ങൾ. അതിൽ ഇന്ത്യയിലെ 56ാമത്തേതാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല എന്ന കടുവ സങ്കേതമാണ്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ടൈഗർ റിസർവ് ഏതാണ്? ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല എന്ന ടൈഗർ റിസർവ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് 56ാമത്തേതാണ്. ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈഗർ റിസർവ് വന്നിട്ടുള്ളത്, ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല. ഇന്ത്യയിലെ 1ാം നമ്പർ ടൈഗർ റിസർവ് ഏതാണ്? ബാണ്ടവ്ഗഡ് നാഷണൽ പാർക്ക്. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ടൈഗർ റിസർവ് ആണ് ബാണ്ടവ്ഗഡ് നാഷണൽ പാർക്ക്. ഇത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ 1ാമത്തെ ദ ഫസ്റ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവ സംരക്ഷണ കേന്ദ്രമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ് ഉള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ളതും അതും മധ്യപ്രദേശ് തന്നെയാണ്. ഇന്നത്തെ വേറൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗബോൺ അപ്രൂവ്സ് ലോ അലോവിംഗ് ജുണ്ട ലീഡർ ടു കണ്ടസ്റ്റ് ഇലക്ഷൻ. ജുണ്ട നേതാവിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന നിയമം ഗബോൺ അംഗീകരിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഗബോൺ എന്ന രാജ്യത്ത് ഭരണഘടന മാറുകയാണ്. ഏതാണ്ട് 93% ആളുകൾ വോട്ടേഴ്സ് ആണ് ഗബോൺ എന്ന രാജ്യത്തിന്റെ ഭരണഘടന മാറുന്നതിന് വേണ്ടി അനുകൂലിച്ചിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യമാണ് അടുത്തിടെ പുതിയ ഭരണഘടന അംഗീകരിച്ചത്? ഗബോൺ. ഗബോൺ എന്ന രാജ്യമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഭരണഘടന തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു അംഗീകാരം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 93% വോട്ടേഴ്സ് ആണ് ഗബോണിൽ പുതിയ ഭരണഘടന വേണം എന്നും മാറ്റുന്നതിന് വേണ്ടിയും അംഗീകരിച്ചിട്ടുള്ളത്. ഗബോൺ എന്ന രാജ്യം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഒരു ചെറിയൊരു രാജ്യമാണ് ഗബോൺ. ഗബോൺ എന്ന രാജ്യത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. അതായത് ഭരണഘടന മാറുകയാണ്. 2009 വരെ ഏകദേശം 42 വർഷം ഗബോൺ ഭരിച്ചത് ആരാണ്? ഒമർ ബോങ്കോ ഒഡിംബ. ഒമർ ബോങ്കോ ഒഡിംബ 2009 ജൂൺ 8 വരെ ഗബോൺ ഭരിച്ച ഒരു വ്യക്തിയാണ്. ഗബോൺ എന്ന രാജ്യത്തിന്റെ 2ാമത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ചതിന് ശേഷം ഗബോണിന്റെ ആ രാജ്യത്തിന്റെ സ്ഥാനം മകൻ ഏറ്റെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ മിലിറ്ററി റൂളിലൂടെ ഗബോൺ എന്ന രാജ്യത്തെ പ്രസിഡന്റിനെ മാറ്റുകയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഗബോണിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവുകയില്ല, പകരം പ്രസിഡന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അത് ഏതെങ്കിലും ഒരു കുടുംബത്തിലെ വ്യക്തി ആയിരിക്കില്ല പ്രസിഡന്റ് ആയിട്ട് വരിക. അത് ഇലക്ഷനിലൂടെ തന്നെയുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ള പുതിയൊരു ഭരണഘടനയാണ് ഇപ്പോൾ ഗബോൺ എന്ന രാജ്യത്ത് വരാൻ പോകുന്നത്. ഗബോണിന്റെ തലസ്ഥാനം ഏതാണ്? ലിബ്രവില്ലെ. ഗബോൺ എന്ന രാജ്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ലിബ്രവില്ലെ. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ആർമി കൺക്ലൂഡ്സ് മൾട്ടിലാറ്ററൽ ജോയിന്റ് എക്സസൈസ് സംയുക്ത വിമോചൻ 2024 ഇൻ ഗുജറാത്ത്. ആർമിയുടെ ഒരു മൾട്ടിലാറ്ററൽ എക്സസൈസ് ആയിരുന്നു സംയുക്ത വിമോചൻ 2024. ഗുജറാത്തിലായിരുന്നു ഈ ഒരു എക്സസൈസ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബഹുമുഖ വാർഷിക ജോയിന്റ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് HADR വ്യായാമം 2024 പേരെന്താണ്? സംയുക്ത് വിമോചൻ 2024. ഇതൊരു മൾട്ടിലാറ്ററൽ ആനുവൽ ജോയിന്റ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് HADR എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. സംയുക്ത വിമോചൻ 2024 നടത്തിയത് ആരാണ്? ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ ഒരു എക്സസൈസ് ആയിരുന്നു സംയുക്ത വിമോചൻ 2024. ദുരന്തങ്ങൾ ഉള്ള സമയത്ത് ആർമിയുടെ ഇടപെടലും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ് സംയുക്ത വിമോചൻ. ഇത് നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ആർമിയാണ്. സംയുക്ത വിമോചൻ 2024 2024 നവംബർ 18 മുതൽ 19 വരെ ഏത് സ്ഥലത്താണ് നടന്നത്? അഹമ്മദാബാദും പോർബന്ദർ. ഗുജറാത്തിലെ അഹമ്മദാബാദ് പോർബന്ദറിലാണ് 2024 സംയുക്ത വിമോചൻ എന്ന ഇന്ത്യൻ ആർമിയുടെ
ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് നടന്നിട്ടുള്ളത് നവംബർ 18 മുതൽ 19 വരെ. ഇന്ത്യൻ ആർമിയുടെ സംയുക്ത വിമോചനം 2024 നടത്തിയത് ഏത് സൈനിക യൂണിറ്റ് ആണ്? ഈ ഒരു എക്സസൈസ് ഇത് നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ആർമി ആണെങ്കിൽ ഇന്ത്യൻ ആർമിയിലെ ചില യൂണിറ്റ് ആണ് ഇത്തരത്തിലുള്ള എക്സസൈസിലേക്ക് വരുന്നത്. ഇതനുസരിച്ച് വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ആർമിയിലെ യൂണിറ്റ് ആണ് സദേൺ കമാൻഡിലെ കൊണാർക്ക് കോർപ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ഇന്ത്യൻ ആർമിയുടെ കൊണാർക്ക് കോർപ്സ് ആണ് സംയുക്ത വിമോചൻ 2024 എന്ന് പറയുന്ന എക്സസൈസ് അത് നടപ്പിലാക്കിയിട്ടുള്ളത് നവംബർ 18 മുതൽ 19 വരെ ഗുജറാത്തിലെ അഹമ്മദാബാദ് പോർബന്ദർ എന്ന സ്ഥലത്താണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഒഡീഷ വൺ ദി 14th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024. 2024 സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഒഡീഷ. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 14ാമത്തെ ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പ് 2024 വിജയി ആരാണ്? ഒഡീഷ. ഇന്ന് ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോഴും അത് ഒഡീഷയാണ്. ഒഡീഷയാണ് 14ാമത്തെ ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒഡീഷ ഇത്തരത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത്. 2024 14ാമത്തെ ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഒഡീഷ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? ഹരിയാന. കഴിഞ്ഞ 2 സീസണിൽ ഹരിയാനയാണ് സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം അത് ഒഡീഷയാണ്. 14ാമത് ഹോക്കി ഇന്ത്യ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024 എവിടെയാണ് നടന്നത്? ചെന്നൈയിലാണ് 14th ഹോക്കി ഇന്ത്യ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്പോർട്സ് ബന്ധപ്പെട്ട ഒരു ലാസ്റ്റ് കറണ്ട് അഫയേഴ്സിലെ ഹെഡിംഗ് ആണെന്ന്. ജ്യോതി സുരേഖ വിൻസ് ഗോൾഡ്, അഭിഷേക് വർമ്മ ടേക്സ് സിൽവർ അറ്റ് GT ഓപ്പൺ 2024. GT ഓപ്പൺ 2024 എന്ന മത്സരത്തിൽ ജ്യോതി സുരേഖ സ്വർണവും അഭിഷേക് വർമ്മ വെള്ളിയും നേടി. ഏത് മത്സരത്തിലാണ് ജ്യോതി സുരേഖ ഗോൾഡും അഭിഷേക് വർമ്മ സിൽവർ നേടിയിട്ടുള്ളത്? നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വനിതകളുടെ അമ്പെയ്ത്ത് GT ഓപ്പൺ 2024 സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? ജ്യോതി സുരേഖ വെണ്ണം. ജ്യോതി സുരേഖ വെണ്ണം ഇന്ത്യയിലെ പ്രൊഫഷണൽ അമ്പെയ്ത്ത് താരമാണ്. ലേറ്റസ്റ്റ് ആയി നടന്നിട്ടുള്ള GT ഓപ്പൺ 2024 എന്ന മത്സരത്തിൽ ജ്യോതി സുരേഖ വെണ്ണം സ്വർണം കരസ്ഥമാക്കി. വനിതകളുടെ അമ്പെയ്ത്ത് GT ഓപ്പൺ 24 ഒന്നാം സ്ഥാനം നേടിയ രാജ്യം നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് എന്ന രാജ്യമാണ് 2024 GT ഓപ്പൺ എന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിൽ നെതർലാൻഡ്സിന് 2 ഗോൾഡ്, ടോട്ടൽ മെഡൽ 2 ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ക്രൊയേഷ്യ 3 മെഡൽസ് നേടി, 1 ഗോൾഡും 1 വെള്ളിയും 1 സിൽവറും. ഇന്ത്യ ആണെങ്കിൽ 1 ഗോൾഡ് 1 സിൽവർ ആണ് നേടിക്കൊണ്ട് 3ാം സ്ഥാനത്താണ്. ലക്സംബർഗിൽ 2024 വനിതാ ആർച്ചറി GT ഓപ്പണിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 3ാമത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യക്ക് 3ാമത്തെ റാങ്ക് ആണ്. 1ാം സ്ഥാനത്താണ് നെതർലാൻഡ്, 2ാം സ്ഥാനത്ത് ക്രൊയേഷ്യ, 3ാം സ്ഥാനത്ത് ഇന്ത്യ. ലക്സംബർഗ് എന്നത് യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം അത് ലക്സംബർഗ് ആണ്. 2024 വനിതാ ആർച്ചറി GT ഓപ്പണിൽ ഇന്ത്യയിൽ നിന്ന് വെള്ളി മെഡൽ നേടിയത് ആരാണ്? അഭിഷേക് വർമ്മ. ഇന്ത്യക്ക് 2 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്, ഒന്ന് ഗോൾഡും മറ്റൊന്ന് സിൽവർ. ഇതിൽ ഗോൾഡ് നേടിയിട്ടുള്ളത് ജ്യോതി സുരേഖ വെണ്ണം, സിൽവർ നേടിയിട്ടുള്ളത് അഭിഷേക് വർമ്മയാണ്. കറണ്ട് അഫയേഴ്സും GK അതുമായി ബന്ധപ്പെട്ട് 28 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.